തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്നെന്ന് ഏറ്റുപറഞ്ഞ് അമ്മാവൻ. കൊന്നത് താനാണെന്ന് അമ്മാവന്റെ കുറ്റസമ്മതവും. പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് 22 വയസ്സുകാരനായ ഹരികുമാർ കുറ്റം സമ്മതിച്ചത്. ജീവനോടെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നാണ് മൊഴി. എന്നാൽ ഈ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. മറ്റാരെങ്കിലും രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. കോട്ടുകാൽക്കോണം സ്വദേശികളായ ശ്രീധുവിന്റെയും ശ്രീജിത്തിന്റെയും മകൾ ദേവേന്ദുവാണ് മരിച്ചത്. രാവിലെ 7 മണിയോടെയാണ് 2.5 വയസ്സുകാരിയെ കാണാനില്ലെന്ന വിവരം നാട്ടുകാരും അറിയുന്നത്. വീട്ടുകാർ തന്നെയാണ് നാട്ടുകാരെ വിവരം അറിയിച്ചതും. കുട്ടിയുടെ മുത്തച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ ഇന്ന് വീട്ടിൽ നടക്കാനിരിക്കെയാണ് സംഭവം. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ബന്ധുക്കളും നാട്ടുകാരുമാണ് കുഞ്ഞിനെ കണ്ടെത്താനായി തിരച്ചിൽ നടത്തിയത്. ഇതിനിടയിലാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഗ്നിരക്ഷാസേന ഉൾപ്പെടെ എത്തി കുട്ടിയുടെ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. ഈ സമയത്തൊക്കെ കുട്ടിയുടെ അമ്മ ഉൾപ്പെടെ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. ടോയ്ലറ്റിലേക്ക് പോയപ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേട്ടുവെന്നും അമ്മ പറഞ്ഞിരുന്നു. കുഞ്ഞ് കരയുന്നുവെന്നും മുത്തശ്ശി വിളിച്ചു പറഞ്ഞുവെന്നും തിരികെ മുറിയിലെത്തി നോക്കുമ്പോൾ കുഞ്ഞിനെ കാണാനില്ലെന്നുമായിരുന്നു അമ്മ പറഞ്ഞത്. ഇതിനിടെ ഒരാൾ മതിൽ ചാടിപ്പോകുന്നത് കണ്ടുവെന്നും ഇവൾ പറയുന്നുണ്ട്. കുഞ്ഞ് സഹോദരന്റെ മുറിയിലായിരുന്നുവെന്ന് അമ്മ പറഞ്ഞെങ്കിലും അത് തെറ്റാണെന്നാണ് അയൽവാസി പറയുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിലാണ് കുഞ്ഞിന്റെ അമ്മ ശ്രീധു ജോലി ചെയ്തിരുന്നത്. പിതാവ് ശ്രീജിത്ത് സൂപ്പർമാർക്കറ്റ് ജീവനക്കാരനാണ്. ഇവർ കഴിഞ്ഞ കുറേ നാളുകളായി അകന്നാണ് താമസിച്ചിരുന്നത്. ശ്രീധുവിന്റെ പിതാവിന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ശ്രീജിത്ത് ഇന്നലെ വീട്ടിലെത്തിയത്. കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നുണ്ട്. 30 ലക്ഷം രൂപ കാണാനില്ലെന്ന് കാട്ടി കഴിഞ്ഞ ദിവസം കുടുംബം നൽകിയ പരാതി വ്യാജമാണെന്നാണ് പോലീസിന്റെ നിഗമനം. പുലർച്ചെ ശ്രീധുവിന്റെ സഹോദരന്റെ മുറിയിൽ തീപിടുത്തമുണ്ടായതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ തന്നെയുള്ള ആരോ ഒരാൾ തന്നെയാണ് കുട്ടിയെ അപായപ്പെടുത്തിയത് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. അതേസമയം സംഭവത്തിൽ അടിമുടി ദുരൂഹത നിറയുന്നുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. ആൾപ്പറയുള്ള കിണറ്റിൽ നിന്നാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അമ്മയുടെ സഹോദരൻ കുറ്റസമ്മതം നടത്തിയതിലും വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.